അവരും വന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു. ആദ്യമായിട്ടാണ് അവരും വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്, മനസ്സിലായ? പിന്നെ അവർ വന്ന് ബഹളം ഉണ്ടാക്കിയതും അവരാദ്യമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്ന് പ്രതിപക്ഷം വന്നതുപോലെ വന്ന് നിങ്ങളെ കണ്ടതൊക്കെ നല്ല കാര്യമാണ്. കാരണം ഇനി വരാൻ പോകുന്ന 5 കൊല്ലത്തേക്കുള്ള ഒരു റിഹേഴ്സലാണ് ഭരണകക്ഷി നടത്തിയത്. അവർ പ്രതിപക്ഷത്താവുമ്പോൾ ചെയ്യേണ്ട രീതി ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് തോന്നിയത്. മുദ്രാവാക്യം അവിടെ വന്ന് വെല്ലിൻ്റെ അടുത്ത് വന്ന് മുദ്രാവാക്യം വിളിച്ചതും പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ടതും സാധാരണ പ്രതിപക്ഷം ചെയ്യേണ്ട ഒരു രീതി ഇപ്പോഴേ ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങളെല്ലാവരും വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എന്താ കാര്യം? എത്രയോ ആളുകൾ പോകുന്നു, അന്ന് അയാൾ കൊള്ളക്കാരനാണോ? ആർക്ക് വേണമെങ്കിലും പോവാലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആർക്ക് വേണമെങ്കിലും പോവാലോ. അന്ന് അയാൾ ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ടിട്ടുള്ള ആളല്ലല്ലോ. ആർക്കെങ്കിലും അറിയോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നിട്ടുണ്ടല്ലോ അയാൾ. ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടോ? മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടോ? കടകംപള്ളി കൂടെ നിന്ന് ഫോട്ടോ എടുത്തതിൻ്റെ അല്ല പറഞ്ഞത്. കൂടെ നിന്ന് ഫോട്ടോ എടുത്തവരെയൊക്കെ ഒരാൾ ഒരു കേസിൽ, ഒരു കൊള്ളക്കേസിൽ പ്രതിയായാൽ അയാളുടെ കൂടെ അയാളുടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതിയാക്കണമെന്ന് പറയാൻ ഞങ്ങൾ മണ്ടത്തരമൊന്നും പറയില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് പറയില്ലേ? മുഖ്യമന്ത്രി അയാളുടെ കൂടെ നിൽക്കുന്ന പടം ഉണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് പറയാത്തത്? അത് ഞങ്ങൾ വിചാരിക്കുന്നില്ല മുഖ്യമന്ത്രി അതിൽ പങ്കാളിയാണെന്ന്. മുഖ്യമന്ത്രി പങ്കാളിയായത് എപ്പോഴാണ്? ഇവരെയൊക്കെ സംരക്ഷിക്കുമ്പോഴാണ്. അതാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള പ്രശ്നം, മനസ്സിലായില്ലേ? അല്ലാതെ അവരൊക്കെ സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രി പങ്കാളിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ദേവസ്വത്തിൻ്റെ മന്ത്രിയാണ്, പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം. കടകംപള്ളി സുരേന്ദ്രനോട്, ദേവസ്വം മന്ത്രിയോട് ആലോചിക്കാതെ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കില്ല. ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ ദേവസ്വം മന്ത്രി അറിഞ്ഞിരിക്കും. അപ്പോൾ ദേവസ്വം മന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അത് ഈ SITയിൽ തന്നെ കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം. ഞങ്ങളിപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കോടതി പറയുമ്പോൾ ഞാൻ ആ തെളിവുകൾ ഹാജരാക്കാം. കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുള്ള എന്നുള്ളൊരു തെളിവുകളുണ്ട്. SITയുടെ കയ്യിൽ തെളിവുണ്ട്, മനസ്സിലായില്ലേ? അല്ലാതെ ഫോട്ടോ എടുത്തതിൻ്റെ പേരിലല്ല. ഫോട്ടോ എടുത്തതിൻ്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ പേര് പറയില്ല. മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞു. സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ. സഭയിലൊക്കെ ചർച്ച കഴിഞ്ഞാണ്. എല്ലാ ദിവസവും എന്തിനാ ചർച്ച? മന്ത്രിയുടെ രാജിയാണ് ആവശ്യം, രാജി. അല്ല, ഇതിനു മുമ്പ് ചർച്ച നടന്നിട്ടുണ്ടല്ലോ. ശബരിമല ചർച്ച ചെയ്താണ് നിയമസഭയിൽ. ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് നോട്ടീസ് അനുവദിച്ചില്ലല്ലോ. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർ ചർച്ച തരാറില്ലല്ലോ. ഞങ്ങളെ ഈ ഭരണകക്ഷി CPM-കാർ നിയമസഭ തല്ലിപ്പൊളിച്ചവർ നിയമസഭയിലെ ജനാധിപത്യം ഞങ്ങളെ പഠിപ്പിക്കണ്ട, മനസ്സിലായില്ലേ? ഞങ്ങളെ പഠിപ്പിക്കണ്ട. അത് തന്നെ. അല്ല, അത് ശിവൻകുട്ടിയുടെ ക്ലാസ്സും വേണ്ട ഞങ്ങൾക്ക്. നിയമസഭയിൽ എങ്ങനെ പെരുമാറണം പ്രതിപക്ഷം എന്നതിൻ്റെ ശിവൻകുട്ടിയുടെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട, മനസ്സിലായല്ലോ? അതുകൊണ്ട് എന്തിനാ ഇല്ലല്ലോ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അനുമതി നിഷേധിച്ചല്ലോ. നിങ്ങളെന്താ അത് ചോദിക്കായിരുന്നത് അവരോട്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അനുമതി നിഷേധിച്ചല്ലോ. എന്തിനാ അനുമതി നിഷേധിച്ചത്? അത് പേടിച്ചിട്ടായിരുന്ന? അതൊന്നും പറയല്ലേ വേറെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.